അങ്ങനെ സലീമേട്ടനും പോയി. ഞാനൊരു 90s കിഡാണ്. ഓർമ്മ വെച്ച കാലം തൊട്ട് കണ്ടു വളർന്നൊരു മുഖമാണ്. അന്ന് മുതലേ പൊട്ടിച്ചിരിപ്പിച്ച മനുഷ്യനാണ്. സലീം കുമാർ, ശ്രീനിവാസൻ, ഇന്നസെന്റ്, മണിച്ചേട്ടൻ ഇവരെയൊന്നും പരിചയമില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭയങ്കര ഒരു പാർട്ടായി മാറിയ ആളുകളാണ്. ഇവരെ പോലുള്ള ഓരോരുത്തരും ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വല്ലാത്തൊരു ഇതാണ്, ഒരു വിഷമമാണ്. ഇവരുടെ സിനിമകൾ അത്രയും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, ചിരിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോമഡി ചെയ്ത് വന്ന ആളുകൾ പിന്നീട് അവരൊരു സെന്റിമെന്റൽ ട്രാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. ഒരു തവണ വളരെ യാദൃശികമായിട്ട് സലീമേട്ടനെ കാണാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതും പുള്ളിയുടെ ഏറ്റവും പോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കഴിഞ്ഞ കൊല്ലം 2025 ഡിസംബർ 7 ഞാൻ അമൃതയിൽ എനിക്ക് ഭയങ്കര തലവേദനയായിട്ട് അന്ന് കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ കയറിയ ലിഫ്റ്റിൽ പുള്ളിയും ഉണ്ടായിരുന്നു. വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. അന്ന് കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് സലീമേട്ടനെ വീൽ ചെയറിലാക്കി ലിഫ്റ്റിനകത്തോട്ട് തള്ളിക്കൊണ്ട് വന്നത്. മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം ആളെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ ലിഫ്റ്റിലൊരു സെക്യൂരിറ്റി ഉണ്ട്. അപ്പം പുള്ളി ഇദ്ദേഹത്തിന്റെ കൈ പിടിക്കുകയും ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരമാണ് ഞാൻ ഇദ്ദേഹം ആരാണെന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് സലീമേട്ടനാണ് എന്ന്. അന്ന് നമ്മൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര അവശനായിട്ട് നിൽക്കുമായിരുന്നു. കംപ്ലീറ്റ് അങ്ങ് ഈ ബോഡിയിലുണ്ടായ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. അതിനുശേഷം പുള്ളിയുടെ ഹെൽത്ത് ഒക്കെ അത്യാവശ്യം മെച്ചപ്പെട്ടിരുന്നു. പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും പഴയ ആ ഒരു കോമഡി രീതിയിൽ ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സലീമേട്ടനെ നമ്മൾ 1-2 മാസമായിട്ട് കാണുന്നുമുണ്ട്. പക്ഷെ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. പുള്ളിക്ക് വെറും 56 വയസ്സ് മാത്രമാണ് പ്രായം. അതും ആ ഒരു വയസ്സിൽ അത് ഭയങ്കര നേരത്തെ. സത്യത്തിൽ ഇതിനൊരു കാരണം, മെയിൻ റീസൺ അദ്ദേഹത്തിന്റെ ദുശീലം തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. സലീം കുമാർ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്നതിലുപരി പുള്ളി ഒരു നല്ല നിലപാടുള്ള, അവിടെ രാഷ്ട്രീയക്കാരെ പോലൊന്നുമല്ല, നല്ല ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ സിനിമ എന്ന ഫീൽഡിൽ നിൽക്കുന്നതിന്റെ പേരിൽ എല്ലാ പാർട്ടികളെയും ഒരുപോലെ പ്ലീസ് ചെയ്ത് ആര് പറഞ്ഞാലും എതിർത്തൊന്നും പറയാതെ അവരവരുടെ അഭിപ്രായങ്ങളൊന്നും പറയാതെ തന്റെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി മറച്ചു വെച്ച് ആര് വിളിച്ചാലും അങ്ങോട്ട് ചെല്ലുന്ന നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ തന്റെ സിനിമാ കരിയർ പോലും നോക്കാതെ ഞാൻ ഇന്ന പാർട്ടിയാണ് എന്ന് വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സലീം കുമാർ. അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി പുള്ളിയൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. പുള്ളിക്ക് പറയാനുള്ളത് കാര്യം മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പുള്ളി പറയും. പുള്ളി ഒരു പക്കാ കോൺഗ്രസ്സുകാരനാണ്. അവൻ പറയുമ്പം എപ്പോഴും എഗനിസ്റ്റ് ആയിട്ട് വരുന്നത് കമ്മികൾക്കിട്ടാരും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മികൾക്ക് സലീം കുമാറിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും ഈ കമ്മികൾ, ഈ നാറിയ അന്തം കമ്മികൾ അദ്ദേഹത്തോടുള്ള ദേഷ്യവും വെറുപ്പും കാണിച്ചു എന്നുള്ളതാണ്. അത് ഈ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകാനൊക്കെ ഇവനൊക്കെ അറിയത്തുള്ളൂ, അല്ലാതെ ഉള്ള ഉറപ്പൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കുറച്ച് കമന്റ്സ് ഞാൻ കാണിക്കും. അവന്മാര് പറഞ്ഞേക്കുന്ന കമന്റ്സ്. മീനു തോമസ് അവിടെ തന്തയുടെ പേര് പറഞ്ഞിരിക്കുകയാണ് പട്ടി. പിന്നെ സിബിൻ എന്ന് പറയുന്ന വേറൊരു നാറി തന്തയില്ലാത്ത എന്ന് പറഞ്ഞ കമന്റ് ഇട്ടേക്കുന്നു. പിന്നെ ജോയി എസ് ചത്തു എന്ന് പറഞ്ഞ കമന്റ് ഇട്ടേക്കുന്നു. പിന്നെ വന്നേക്കുന്നത് ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല. അനിത KP അനി കുഴപ്പമില്ല, സതീശൻ ഭരണത്തിൽ കയറ്റിയതല്ലേ, കൂടെ ഉണ്ടാവും മരണത്തിൽ പോലും. വിനു എന്ന് പറയുന്ന വേറൊരു നാറി ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെ കരിവാരി തേച്ചവന, അസുഖം ഭേദമാവണ്ട. CPM-നെ ട്രോൾ ചെയ്തതല്ലേ, ഹോസ്പിറ്റലിൽ മരിക്കുവോ. ഷാജി വാഴക്കാലിന്റെ ഇടയിൽ പുഴുത്ത നാക്ക് വിട പറഞ്ഞു. ബേബി ഗീവർഗീസ് അവനെ നെയ്യിലിട്ടുണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ഗീവർഗീസ് പാവം നാറി ചത്തുവല്ലേ, ഒരു RIP നേരുന്നു. വേണ്ടടാ, നിന്റെ തന്ത ചാവുമ്പോ അങ്ങനെ കൊണ്ട് നേര്, ഓൾറെഡി ചത്തിട്ടുണ്ടെങ്കിൽ വിട്ടുതരാം കേട്ടോ. ഹംസാബ് ബി കൂറാട്, പേര് പോലെ തന്നെ കൂറ, പരമനാറി, ഒരു കലാകാരൻ ഏതറ്റം വരെ താഴും എന്ന് കാണിച്ചവൻ. എന്തായാലും ഈ കൂരയുടെ അത്രയൊന്നും താഴൂലടാ. അടുത്ത എ കുട്ടൻ ഇവൻ 2 A കുട്ടനായിരുന്നു. ഇവൻ ആണെന്ന് തോന്നുന്നു. ടീം UDF അധികാരത്തിൽ വന്നാൽ മാറ്റേണ്ടത് മാറും എന്ന് പറഞ്ഞിരുന്നു, ഇത്ര പെട്ടെന്ന് കരുതിയില്ല. ബഹുമാനപ്പെട്ട CM ഇദ്ദേഹത്തിന്റെ അനുജനാണ്, സഹോദരനായിരുന്നു എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്ന കേട്ടു. അതുകൊണ്ട് പറയാണ്, ഈ കമന്റ് ഇട്ടവന്മാരെ ഒന്ന് പൊക്കിയെടുത്ത് ഒന്ന് പബ്ലിക്കിന് മുമ്പിൽ ഇട്ട് തരൂ. അടുത്തത് മജീദ്, പ്രാധാന്യമില്ലാത്ത വാർത്ത കൊടുത്ത കൈരളി തരം താഴരുത്. അന്തം. ഇവൻ ചത്തോ മോഹൻ ഗോവിന്ദൻ, അവൻ ചാവാറായിരിക്കുകയാണ് എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്. ഷാനവാസ് AP സലീം കുമാറിന്റെ സ്വന്തം സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ജീവൻ രക്ഷിക്കാനായില്ല, ആദരാഞ്ജലികൾ. സർക്കാരിന്റെ കയ്യിലാണോടാ ജീവൻ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ മന്ത്രിമാര് വരെ മരിക്കുന്നു, അപ്പോഴല്ലേ സർക്കാർ. വേറെ കുറെ കമന്റ് ഈ രീതിയിൽ, നാറി ചത്തില്ലേ, ചത്തോ, ഇവൻ ചത്തില്ലേ, നായ ചത്തില്ലേ. ഇവൻ ഇട്ട കമന്റാണ് ശരത് RS എന്ന് പറയുന്നവൻ. വെച്ച് കാത്തു കെട്ടിക്കൊണ്ടിരിക്കുക, സലീം കുമാർ അങ്ങ് കൊല്ലടാ, മലയാള സിനിമാക്കാരുടെ മരണം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് തന്നെ കൊല്ലണം. സലീം കുമാറിനെ കൊല്ലാൻ പറയുന്നതേ സിനിമാക്കാരുടെ ദൈവം ശരത്ത്
RS ആണ്. എത്ര പെട്ടെന്ന് സലീം കുമാറിന്റെ മരണ വാർത്തകളിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവന്റെ പ്രൊഫൈൽ ഇതാണ്, ഈ ശരത് RS എന്ന് പറയുന്നത്. ഇവൻ കമ്മിയൊന്നുമല്ല കേട്ടോ. ഈ കാണിച്ച കമന്റുകളിൽ കമ്മികളുണ്ട്, സുഡാപ്പികളുണ്ട്, പിന്നെ ഇതിൽ രണ്ടിലും പെടാത്ത നാറികളും ഉണ്ട്. ഈ കമ്മികൾക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് തെറി വിളിക്കുന്ന കൊങ്ങികളും ഉണ്ട്. പക്ഷെ കൂടുതലും കമ്മികൾ തന്നെ. പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ അടി വരുന്ന കുറെ കമന്റ് കാണണം. സഖാവിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ചലച്ചിത്ര താരം സലീം കുമാറിന്റെ നിര്യാണത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. മലയാള ചലച്ചിത്ര മേഖലയിൽ നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്ക് തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നു വരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരും. മറ്റുള്ളവരിൽ നിന്ന് കടം കൊള്ളാത്ത തന്റേതായ അഭിനയ ശൈലി രൂപപ്പെടുത്താൻ ആരെഴുതി കൊടുത്ത സംഭവം. അദ്ദേഹത്തിന്റെ സ്മരണ നമ്മുടെ ഹൃദയത്തിൽ അണയാതെ എക്കാലവും നിലനിൽക്കും. സലീം കുമാർ. ഓക്കെ, ഇതാണ് സഖാവിന്റെ പോസ്റ്റ്. ഇതിന്റെ അടി വന്ന കമന്റ് വായിക്കുക. അതിന്റെ അടിയിൽ അഭിവാദ്യങ്ങൾ, കമ്മികൾ സ്പോട്ടഡ്. ജീമോൻ മുണ്ടാടിയിൽ, ആരുടെ മുണ്ടിന്റെ അടിയിലടാ? ഏതോ ഒരു മുണ്ടിന്റെ അടിയിൽ കിടന്ന് ഒരുത്തൻ സംസാരിക്കുകയാണ്. പണ്ട് പിന്നെ ഇപ്പോൾ അന്നേരം കിട്ടും, കുടത്തിന് കിട്ടുന്ന പോലെ ഇനി വരുന്ന പാവങ്ങൾക്ക് ജീവൻ നൽകിയ പിണറായിയെ അധിക്ഷേപിക്കുന്ന ഓരോരുത്തനും ഇതാണ് അനുഭവം, ഉടനെ കിട്ടും. അയ്യോടാ, അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു 80% മരിച്ചുകൊണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. ആൻസി ജോസഫ്: ഒരു നല്ല വിഭാഗം ജനങ്ങളെ വെറുപ്പിച്ച് തന്നെയാണ് ഒടുക്കം ഇയാൾ ചത്തത്. മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല. അവസാന നാടുകളിൽ ശുദ്ധ തന്തയില്ലായ്മയാണ് വായിലൂടെ വന്നത്. എന്ത്? പിണറായി വിജയനെ വിമർശിച്ചത് ശുദ്ധ തന്തയില്ലായ്മ. ഇതാണ് ആൻസി ജോസഫ്. തന്തയില്ലായ്മ എവിടെ കണ്ടാലും നമ്മൾ വിമർശിക്കും, അല്ലാതെ അന്തങ്ങടെ കൂട്ട് ആശാന്റെ കൊട്ടയാണ് എന്റെ തലച്ചോറ് എന്നും പറഞ്ഞ് നമ്മളാരും നിൽക്കാറില്ല. അങ്ങനെയുള്ള പച്ചയായ മനുഷ്യനായിരുന്നു സലീം കുമാർ. ഇങ്ങനെ കുറെ കമന്റ്സ് പിണറായി വിജയൻ സഖാവിന്റെ പോസ്റ്റിനിടയിലുണ്ട്. ഇത് പോസ്റ്റ് പുള്ളി ഇട്ട് 40 മിനിറ്റുള്ളിൽ വന്ന കമന്റാണ്, ഒന്നിനെണ്ണ എടുത്തത്. ഇനി പോയി നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കമന്റ് ആണ് ഇതുപോലെ അന്തം കമ്മികളുടെ കുരു പൊട്ടിയ കമന്റ്. ഈ പറഞ്ഞേക്കുന്നതെല്ലാം ഒന്നാം തരം കമ്മികളാണ്, ഒന്നാം തരം കമ്മികൾ. മറ്റൊരു കമന്റാണിത്: മുന്നിലിരിക്കുന്ന ജനക്കൂട്ടത്തിന്റെ കയ്യടിക്ക് വേണ്ടി എന്തും വിളിച്ചു പറയാം. 10 വർഷം നമ്മുടെ നാട് ഭരിച്ച സഖാവ് പിണറായി വിജയനെ ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് കയ്യടി വാങ്ങി നടന്ന ആൾ ആണ്. നിങ്ങളുടെയൊക്കെ സഖാവ് പണഞ്ഞ കാര്യം പറഞ്ഞിട്ടേ അങ്ങേര് വിമർശിച്ചിട്ടുള്ളൂ, അല്ലാതെ കൈ നിട്ടൊന്നും വിമർശിച്ചിട്ടില്ല. ഓരോ ആളുകളും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് രാഷ്ട്രീയമാകാം, എന്നാൽ രാഷ്ട്രീയ വിരോധം വെച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരാളെ അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അപ്പോൾ കിട്ടുന്ന കയ്യടിക്ക് വേണ്ടി തന്നെക്കാൾ എത്ര വയസ്സോ കൂടുതലുള്ള തന്റെ പിതാവാകാൻ പ്രായമുള്ള ആളുകളെ വരെ അധിക്ഷേപിച്ചു കിടന്ന കയ്യടിച്ച ശബ്ദം തീരുന്നതിന് മുൻപേ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന അതാണ് മനുഷ്യൻ. അപ്പൊ പിന്നെ നാളെ തൊട്ട് തന്റെ തന്തയുടെ പ്രായം ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും കയ്യടിച്ചങ്ങ് പാസ്സാക്കി വിടാം. അതാണ് സഖാവ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും അവസാനം എഴുതി പിടിപ്പിച്ചേക്കുന്നത് ഇങ്ങനെയാണ്: കുറച്ചു കാലം സിനിമ അഭിനയവുമായി നടന്ന ഒരാൾ മരണപ്പെട്ടു, ആദരാഞ്ജലികൾ. എന്തിനാണ് ഇങ്ങനത്തെ ഒരു തൊലിയാറുമണിയൻ ആദരാഞ്ജലികൾ? നിന്റെ ആരെങ്കിലും ചാവുകയാണെങ്കിൽ അവർ കൊണ്ടുകൊടുക്കും. ഇവന്റെയൊക്കെ നിലവാരം ഇതിനകത്തുണ്ട്. ഒരു അന്തം കമ്മി എന്താണ് എന്ന് അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവന്മാർക്ക് ഇത്ര ദേഷ്യം ഈ മനുഷ്യനോട് തോന്നാനുള്ള കാരണം എന്താ അറിയോ? ഈ ഇലക്ഷന് മുമ്പ് കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടിയിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഭയങ്കര വൈറലായി. എങ്ങനെ വൈറലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സലീം കുമാർ അറിയാലോ, ട്രോളാൻ നല്ല മിടുക്കന, കൊമേഡിയനാണ്. അന്നേരം ട്രോളിന്റെ വീര്യം കൂടും. ഇദ്ദേഹം കോമഡി രീതിയിൽ നമ്മുടെ കമ്മികളെയും പിണറായി വിജയൻ സഖാവിനെയും ഊക്കി അങ്ങ് വിട്ടു. അന്ന് പറഞ്ഞ ആ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം ഞാൻ വെക്കാം. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചു തന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല, സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് പോയിട്ടോ, കണ്ണക്കടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ പി രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വന്നുണ്ട് കേരളത്തിന് പണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി വിചാരിച്ചു വളരെ നിസ്സാരതയുള്ള പൈസ മുടക്കാൻ വേണ്ടി വന്നെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരിലിട്ടോ, പേര് പറയൂല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണ്. അപ്പൊ പുള്ളി ഞെട്ടി.
മുഖ്യമന്ത്രി ഞെട്ടിയിട്ട് ചോദിച്ചു, എന്താണ് കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ച് ചെന്നപ്പോ അയാള് നമ്മുടെ പയ്യൻ കിടന്നില്ലേ അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയാണ്, മൂലമറ്റൊന്നുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനം കൊടുത്തുനിന്ന് മറ്റേ താപനിലയത്തിൽ നിന്ന് വൈദ്യുതി വന്നാൽ ഇയാളുടെ ഇത് ഭ്രാന്തി മാറണമെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ട് കാണും, മെസ്സി വരും കേട്ടോ. മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരൻ ടിവിയില് കോമഡി ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്ന്, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണം കെട്ടി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് അല്ലാതെ. അപ്പൊ മെസ്സിയോട് നിങ്ങൾക്കൊന്ന് തോന്നരുത്, അദ്ദേഹം പാവമാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ കമ്മികളുടെ കുരു തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് പോലെ പൊട്ടി. ഇമ്മാതിരി ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ പൊട്ടാതിരിക്കത്തില്ലല്ലോ. അതും പാർട്ടിക്കാർ പോലും അല്ല, ഒരു നടനാണ് വന്ന് പറഞ്ഞേക്കുന്നത്. ഈ കോമഡിയുടെ പ്രത്യേകത അതാ, സീരിയസ് ആയിട്ട് പറയുന്നതിനേക്കാളും നല്ല രീതിയിൽ കൊള്ളും നമ്മൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുമ്പോൾ. ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ പേര് കേസ് വന്നു. പിണറായി വിജയനെ വിമർശിച്ചതിന്റെ പേര് കേസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിനകത്ത് മറ്റേ ഊളംപാറ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം പറഞ്ഞതിന്റെ പേരിൽ ഈ മാനസിക വൈകൃതമുള്ള ആളുകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പുള്ളിയുടെ പേര് കേസ് വന്നു. എന്നിട്ടങ്ങാണ്ട് പുള്ളി നിർത്തുവോ? കൊടുത്ത് പിന്നെയും കൊടുത്ത് അതിന്റെ അപ്പുറം അടി കൊടുത്ത് അതുകൂടെ വെക്കാം. ഞാൻ ശ്രീ വി ഡി സതീശന്റെ ഒറ്റ പ്രചരണത്തോടുകൂടി, ഒരു സ്റ്റേജ് പരിപാടിയോടുകൂടി ഈ പ്രചരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ എന്തൊരു പ്രസംഗം കയറി അങ്ങോട്ട് വൈറലായി. ആ മെസ്സിയുടെ കാര്യം പറഞ്ഞ പ്രസംഗം. അപ്പൊ അത് കണ്ട് സഹാക്കൾക്ക് കുരുപെട്ടാൻ തുടങ്ങി. എന്റെ ഓൺലൈനിൽ എന്നെ എവിടെ കാണുന്നോ അവിടെയൊക്കെ തെറി വിളിക്കാൻ തുടങ്ങി. എന്നെ മാത്രമല്ല, ഒന്നും അറിയാത്ത എന്റെ മോനെയും അവർ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, അത് അവരുടെ സ്വഭാവം, അവര് ശീലിച്ചതേ പാലിക്കൂ. പുള്ളി നേരത്തെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചത്ത് കിടന്നാൽ പോലും തെറി വിളിക്കും അവന്മാരതാ ശീലിച്ചിട്ടുള്ളത്, അവന്മാരതേ ചെയ്യൂ. മനസ്സിലായ? അത് നന്മയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ സമാധാനം. പിന്നെ എന്റെ ഫോട്ടോ ഓൺലൈനിൽ ഇട്ടിട്ട് ഒരു പോസ്റ്ററിലേക്ക് ഇട്ടിട്ട് ഇന്റുമാർക്ക് ഇട്ടേക്കണം, ഇവന്റെ പടം ഇനി കാണില്ല, ഇവൻ പറയുന്ന തമാശക്ക് ഇനി ചിരിക്കില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സഹാക്കളോട് പറയാനുള്ളത്, മായാവി എന്ന സിനിമയിലെ ഡയലോഗാ. ഇതൊക്കെ എന്ത് ഒന്നും കൂടി പറയാം, പോടാ. അത്രക്ക് മറുപടി മാത്രമേ എനിക്ക് ഇവരോട് പറയാനുള്ളൂ. പിന്നെ വേറൊരു പേജ് ഞാൻ നോക്കിയപ്പോ ഒരു അരിപ്പൂട്ട് വെച്ചിട്ട് ഇന്റു ഇട്ടേക്കണം. ഇനി ഈ പൂട്ട് നമ്മൾ തിന്നില്ല. കാരണം എന്താ എന്താണ്, രമേശ് പിഷാരടി പുട്ടിന്റെ പരസ്യത്തിലിട്ടത് അരിപ്പൂട്ടുള്ള പരസ്യം. അതുകൊണ്ട് നമ്മൾ ഇനി അരിപ്പൊടി കൂട്ടി പുട്ടുണ്ടാക്കില്ല. അത്രക്ക് ലോലന്മാരവരാ. അപ്പൊ അവരെ വെറുതെ വിട്ടേക്കാം. പിന്നെ ഞാൻ രാത്രി ഒന്നും പറയില്ല, പിന്നെ എന്റെ പേരിൽ കേസ് എടുത്തേക്കാം. അപ്പൊ പല ടി വിക്കാരും വന്നേക്കണത് അതെന്താന്ന് അപ്പൊ അവരോട് പറഞ്ഞേക്കാം. എനിക്ക് വേറെ അത് ഇന്നലെ എന്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് ഇവര്. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തകരെ ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവരെ കളിയാക്കിയിരുന്നു. ഞാൻ ആരെയും കളിയാക്കിയിട്ടില്ല, ഒരു വ്യക്തിയെയോ ഒരു സ്ഥാപനത്തെ ഒന്നും കളിയാക്കിയിട്ടില്ല. കാരണം ഊളംപാറ എന്നൊരു ആശുപത്രി ഇല്ല. പിന്നെ 2 വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തികളും ഇല്ല. ഒരു പയ്യനും പിന്നെ ഒരു വ്യവസായി. മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഒരു പയ്യൻ വന്ന് അമേരിക്കയിൽ നിന്നിട്ട് അമേരിക്ക. ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ. സലീം കുമാറിന്റെ വായിലിരിക്കുന്നത് നല്ല രീതിയിൽ കമ്മി കുഞ്ഞുങ്ങൾ ഏറ്റുവാങ്ങി. അതിന്റെ ദേഷ്യമാണ് ഈ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോഴും ഈ നാറികൾ, ഈ പരനാറികൾ കാട്ടുന്നത്. അവന്മാരുടെ സ്വഭാവം അതാണ്, വിവരമില്ലാത്തവന്മാരാണ്. ഇമാതിരി തരം താഴ്ന്ന് തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്നത് ഇവന്മാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർത്തിട്ടുള്ളതാണ്. അത് തേച്ചാലും മാച്ചാലും ഒന്നും പോവില്ല. ആളുകളെ കൊന്ന് ശീലമുള്ള പാർട്ടി,
അങ്ങനെയുള്ള പാർട്ടിക്ക് തന്റെ പാർട്ടിക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ തെറി വിളിക്കാനാണോ ബുദ്ധിമുട്ട്? അപ്പൊ പിന്നെ ആ ഒരു സാധനമല്ലേ അവന്മാർ കാണിക്കത്തുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ വായിച്ച കമന്റിന്റെ കൂട്ടത്തിൽ കുറെ സുഡാപ്പികളും ഉണ്ട്. എല്ലാവരും കമ്മികളാണെന്ന് ഞാൻ പറയുന്നില്ല, സുഡാപ്പികളും ഉണ്ട്. സുഡാപ്പികൾ കിട്ടും നല്ലത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചുരുക്കാണ് സുഡാപ്പികൾ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊല്ലം മുമ്പ് മലയാള മനോരമ ചാനൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയുണ്ട്, മനോരമ ഹോട്ടസ് എന്ന് പറഞ്ഞിട്ട്. ആ പ്രോഗ്രാമിന് സലീംകുമാർ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുത്ത ഒരു അഭിമുഖം, അതിനകത്ത് ഇക്കമാർ കിട്ടി ചെറിയൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വെക്കാം. ഒന്നുമില്ല, എന്താണ് അവിടെ അമ്മ? ഇവിടെ പലരും പറയുന്നുണ്ട് അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ. അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകുന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യമുള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകുവന്നെ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവര് കണ്ടിട്ടില്ല, ഇവരാരും കണ്ടിട്ടില്ല, ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം. അതിന് സ്വർഗത്തിൽ പോകണം. ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ശ്രീലങ്കയിൽ ഞാൻ ഒരു ദിവസം പോയപ്പോൾ, ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് ശ്രീലങ്ക, ഞാൻ കുടുംബമൊക്കെ ആയിട്ട് പോകാറുണ്ട്. അവിടെ ചെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടായി. നിങ്ങൾ ഒരു 2-3 വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലേക്ക്. അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായത്. 7 പേര് മരിച്ചോടെ ഹോട്ടലിൽ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ നേഴ്സ് ഉണ്ട്, എൻ്റെ സുഹൃത്ത്. അപ്പോൾ അവളോട് ഈ വിശദവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പൊറട്ടേക്കണം. അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തായെന്ന് അന്വേഷിച്ചപ്പോൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല, ശരീരം ചിന്നിച്ചെറിയ ഒരു കുഴപ്പമില്ല. അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതെ, നല്ലൊരു ഒന്ന് ആലോചിച്ച് നോക്കാം. സ്വർഗത്തിലെ ഹൂറികളെ പൂശാൻ വേണ്ടി ഇവിടുന്ന് ഇരുമ്പിന്റെ സാമാനം പണിത് കെട്ടി ചുക്കാമണി കെട്ടി തൂക്കിയിട്ടുണ്ട് പോയ ഇക്കാടെ കഥ പറഞ്ഞത് ചില എക്കമാർക്ക് കൊണ്ട് പിടിച്ചിട്ടില്ല, ഷുഡാപ്പികൾക്ക്. ഇതിനുശേഷം സലീംകുമാറിനെ എവിടെ കണ്ടാലും ഷുഡാപ്പികളുടെ ഹാലിളകും. അതുകൊണ്ടാണ് ചില നാറികൾ അതിൻ്റെ അടി വന്നിട്ട് ഈ തരത്തിലുള്ള കമന്റ് ഇട്ടേക്കുന്നത്. ഈ കമ്മികളാണെങ്കിലും ഷുഡാപ്പികളാണെങ്കിലും വിവരമില്ലാത്തവന്മാരാണ്, പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. സലീംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസ്സുകാരനാണ് എന്ന് കരുതി അങ്ങേര് കോൺഗ്രസിനെ പ്ലീസ് ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ മൂഡ് താങ്ങി നിൽക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള അധികാരത്തിന് വേണ്ടിയിട്ടോ സീറ്റിന് വേണ്ടിയിട്ടോ കടിപിടി കൂടിയോ ഒന്നും അങ്ങേര് ചെയ്തിട്ടില്ല. അവസരം കിട്ടിയപ്പോഴൊക്കെ കോൺഗ്രസ്സുകാർക്ക് കിട്ടും പുള്ളി കൊടുത്തിട്ടുണ്ട്, അവരെയും ട്രോൾ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു മാറ്റമില്ല. മാറിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രയോജനങ്ങളുണ്ടാകും. അല്ല, എല്ലാ പാർട്ടിയും കണക്കാ. അപ്പൊ എന്തിനാണ് ഞാൻ മാറുന്നത്? ഞാനൊരു കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ചു. ഇനി അതിലും നല്ലതാണോ മാർക്സിസ്റ്റ് പാർട്ടി? അല്ല, അതിലും നല്ലതാണ് BJP. എല്ലാം കണക്കാ. ആൾദാർ മാറ്റം എല്ലാം കണക്കാണ്. പിന്നെ എന്തിനു ഞാൻ മാറണം? എനിക്ക് തോന്നുകയാണ് ഇത് ബെറ്ററാണ്, ഇതിലും ബെറ്ററാണ്. അധികാരം കിട്ടിയൊക്കെ കക്കും. അതിന് കോൺഗ്രസ് ഇല്ല, BJP ഇല്ല, മാർക്സിസ്റ്റ് ഇല്ല, ഒന്നുമില്ല. സാധാരണക്കാരനെ എന്നും സാധാരണക്കാരനായിട്ട് ഇരിക്കണം. അപ്പം ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട്, എൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായി, ഞാൻ കോൺഗ്രസ്സുകാരനായി, ഇപ്പം എത്ര ഉള്ളൂ. അപ്പം അച്ഛനോടുള്ള വാക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മരണം വരെ കോൺഗ്രസ് ആയിരിക്കുക. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്ത് പ്രത്യേകത കോൺഗ്രസിനുള്ളത്? ഒരു പ്രത്യേകതയില്ല. ഞാൻ അതിൻ്റെ പേരിൽ സ്ഥാനമാനങ്ങൾക്ക് ഒന്നിനും നടന്നിട്ടില്ല. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നടൻ ഈ രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതാണ് മനുഷ്യൻ, സാധാരണക്കാരനും സാധാരണക്കാരൻ. അങ്ങേർക്ക് ഒരു പാർട്ടിയുടെ മൂഡ് താങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഉള്ളതുപോലെ എവിടെയും ചങ്കുറ്റത്തോടെ പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിനെ തെറി വിളിച്ചു വരുന്ന കുറെ കമ്മികളുണ്ടല്ലോ, അവന്മാർ ഇതുകൂടെ കേക്ക് തട്ടിക്കളിയെന്നറിയാം. അതാ ഞാൻ അതല്ല, എന്നെ അവർ അംഗീകരിച്ചതാ. ഇപ്പൊ ആരാണ്? മാർക്സിസ്റ്റുകാരാണ് നമ്മളാക്കണല്ലേ, BJPക്കാർ, കോൺഗ്രസ്സുകാരെന്ന രീതിയിൽ അവർ എന്നെ അംഗീകരിച്ച. ഞാൻ മാർക്സിസ്റ്റുകാരുടെ സാംസ്കാരിക സമ്മേളനത്തിന് പോയി. ഞാൻ അവിടെ EMS സംസ്കാര വേദിയുടെ പറവൂരത്തെ രക്ഷാധികാരിയാണ്. ഞാൻ കോൺഗ്രസ്സുകാരാണെന്ന് അവർക്കറിയാം. എന്നിട്ട് ഞാൻ അവരോടുള്ള സമീപനത്തിന്റെ പേരിൽ ഞാൻ എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ രാഷ്ട്രീയം വേറെ, സാംസ്കാരികം വേറെയാണ് എൻ്റെ. അപ്പൊ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ മട്ടന്നൂർ സ്വീകരണം തന്നത് DYFകാരാണ്. ഇന്നേ വരെ കോൺഗ്രസ്സുകാർ ഒരു സ്വീകരണം തന്നിട്ടില്ല. അവരാണ് തന്നത്, DYFI ആണ് തന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയത്തിൽ. കേട്ടല്ലോ കമ്മികളെ, ഈ നാട്ടിലെ ഭൂരിഭാഗം ആളുകൾ ഇങ്ങനെ തന്നെയാണ്. അവർ ഒരു പാർട്ടിയുടെയും അന്തമല്ല.
നിലപാടുകളുണ്ട്, തുറന്നു പറയും. അത് സ്വന്തം പാർട്ടിയാണെങ്കിലും എഗനിസ്റ്റ് ചെയ്യുന്ന പാർട്ടിയാണെങ്കിലും അതിന് തെറി വിളിച്ചിട്ടോ അങ്ങേരുടെ ദേഷ്യം തോന്നിയിട്ടോ കാര്യമില്ല. ജനങ്ങൾ ഇങ്ങനെയാണ്, സാധാരണക്കാർ ഇങ്ങനെയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്തൊക്കെ അങ്ങേർക്ക് പ്രത്യേക ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അവരുടെ പരിപാടിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? പോവില്ല. ചില നടന്മാർ പോകുന്നത് കണ്ടിട്ടുണ്ട്, തന്റെ പടം കമ്മികൾ ബഹിഷ്കരിക്കും എന്ന പേടി കാരണം. എന്നാൽ സലീം കുമാർ എന്ന് പറയുന്ന നടൻ അവരുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പടം ബഹിഷ്കരിക്കുമെന്നുള്ള പേടി വെച്ചുകൊണ്ടൊന്നുമല്ല, അദ്ദേഹം അവരെ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അവരെയൊക്കെ മനുഷ്യനായിട്ട് കാണുന്നതുകൊണ്ടാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങേരുടെ വായി നല്ലത് കേൾക്കും. അങ്ങോട്ട് ചൊറിഞ്ഞിട്ടുമുണ്ട്, അണ്ണാക്കിലടിച്ച് കമ്മികളുടെ കൈ കിട്ടിയിട്ടുമുണ്ട്. തന്റെ നിലപാടുകൾ തുറന്നു പറയുന്നതിന് എന്തിനാണ് പേടിക്കേണ്ടത്? ഒരാവശ്യമില്ല. ഇവരൊന്നും കൂടാതെ വേറൊരു നാറിയെ കണ്ടു, ഇതിന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ ആണ്ടെ. അവരെന്തോ മറ്റേ അത്രോ അവനെന്തോ ഉണ്ടാക്കുന്ന ഇതാണ്. അവൻ ഇദ്ദേഹം RIP എന്ന് വെച്ചിട്ട് അതിന്റെ അടിയിൽ കൂടെ ഇത് വെച്ചേക്കുന്നു, ആദരാഞ്ജലികളെന്ന് പറഞ്ഞിട്ട്. ഈ പ്രൊമോഷൻ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഈ പ്രൊമോഷൻ ഉണ്ടാക്കുന്നത്. ഇവനൊക്കെ സമ്മതിക്കണം, ഈ നാറിയാക്കി. ഇവന്റെ കടയിലൊന്നും ഒരു മനുഷ്യനും പോയി മേടിക്കരുത്, സാധനം പോയി മേടിക്കരുത്. അവൻ പെർഫ്യൂം ഉണ്ടാക്കുന്നത് RIP ഒന്നും താഴെ എഴുതി വെച്ചിട്ട്, നാണമില്ലാത്ത നാറി. കൂടുതലൊന്നും പറയുന്നില്ല. നഷ്ടം മലയാള സിനിമയ്ക്കാണ്, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ്. ഇനി ഒരു പുലിവാൽ കല്യാണമോ CD മൂസയോ മായാവിയോ ഒന്നും മലയാളത്തിന് കിട്ടൂല. പുള്ളിയുടെ ശൈലി പിടിക്കാൻ വേറെ ആർക്കും പറ്റൂല, സ്വന്തം മോന് പോലും പറ്റൂല ആ ഒരു ശൈലി പിടിക്കാൻ. എനിക്ക് തോന്നുന്നില്ല. ചെയ്തു വെച്ചത് അവിടെ തന്നെ ഇരിക്കും. അതാ പറയുക, നഷ്ടം മലയാളികളുടേതാണ്. കൂടുതലൊന്നും പറയുന്നില്ല.